ഗൈസ്, അങ്ങനെ എലക്ഷൻ റിസൾട്ടിന് ഏതാനും ദിവസങ്ങൾ മാത്രം ആളുകൾ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞു. UDFന് മുൻതൂക്കം എന്ന് മാത്രമല്ല, UDF വരും എന്ന് തന്നെയാണ് പറയുന്നത്. ബെറ്റുകൾ സജീവമാണ്. തോറ്റു കഴിഞ്ഞാൽ SM സ്ട്രീറ്റ് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ മൊട്ടയടിച്ച് നടക്കും എന്നാണ് പറയുന്നത്. തലമുണ്ടനം ചെയ്യുന്നത് അത്ര വലിയ വിഷയമാണോ എന്ന് ചോദിച്ച് മൊട്ട അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയും. ഓരോരോ ആത്മവിശ്വാസമാണ്. ഒരു സ്ഥാനാർത്ഥിയും റിസൾട്ട് വരുന്നത് വരെ തോൽക്കുമെന്ന് പറയില്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ജനങ്ങൾ അത് വിധി എഴുതി കഴിഞ്ഞു. എങ്ങനെയാണ്, ആരാണ് ഭരിക്കേണ്ടതെന്ന് വിധി എഴുതി കഴിഞ്ഞു. കാര്യം എന്തൊക്കെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കക്ഷികൾ തന്നെ 2 തവണയോ 3 തവണയോ ഭരിക്കുന്നതിനോട് എനിക്ക് യോജിക്കും. 5 വർഷം മാത്രം അനുവദിക്കുക, അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അത്രയും നല്ല ഭരണമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു പ്രബുദ്ധമായ സംസ്ഥാനത്ത് ഒരു പാർട്ടിയെ തന്നെ തുടർച്ചയായിട്ട് ഭരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല. കേരളത്തിൻ്റെ സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഇവിടെ ഭരണം മാറണം എന്ന് തന്നെയാണ് ഭൂരിപക്ഷം കേരളീയരും ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എക്സിറ്റ് പോളുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന് നമ്മൾ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തി പറയേണ്ടതില്ല. പ്രത്യേകിച്ച് കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പം കഴിഞ്ഞ വർഷം പോലെയല്ല ഈ വർഷം. കഴിഞ്ഞ 5 വർഷം പോലെ ആയിരുന്നില്ല അതിൻ്റെ മുമ്പത്തെ 5 വർഷം. അപ്പോൾ അതൊന്നും ശരിക്കും നമുക്ക് വിലയിരുത്താൻ തന്നെ കഴിയുകയില്ല. ഓരോ ഇയർ കഴിയും തോറും ലോകം പുരോഗമിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇനി മുമ്പോട്ട് 5 വർഷം തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂ ജനറേഷൻ, അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അടുത്ത് വരുന്ന സർക്കാർ അതാരായാലും അവർ മുൻഗണന നൽകേണ്ടത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം ഭീകരമായ കടക്കെണിയിലാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഭീകരമായ കടക്കെണി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ള സ്റ്റേറ്റുകളിൽ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ ന്യൂജൻ ബാങ്കുകളുള്ള, എല്ലാ ബാങ്കുകൾക്കും ശാഖയുള്ള ഒരു സ്റ്റേറ്റായി നമ്മൾ മാറിക്കഴിഞ്ഞു. വ്യക്തിപരമായ കടമെടുപ്പാണെങ്കിലും ഇനി ഗവൺമെൻറ് തലത്തിൽ ഏറ്റവും കൂടുതൽ കടമെടുത്താണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഏത് സർക്കാർ വരികയാണെങ്കിലും കടം വീട്ടുക എന്നുള്ളതായിരിക്കും അവരുടെ മുൻഗണന. അതിന് തന്നെ വർഷങ്ങളെടുക്കും. അപ്പോൾ ഏതായാലും എലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. എല്ലാം ശുഭപര്യവസായി അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.